ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്തേക്കണം. പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണോ? പേഴ്സണൽ അല്ല, ശരിക്കും ഉണ്ട്. എനിക്ക് റിയാലിറ്റിയിലുണ്ട്. നമ്മള് നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് നോക്കുമ്പോഴേ എന്റെ സ്കൂൾ ലൈഫിലാണെങ്കിലും പുറത്തേക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ കാര്യം നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഹൈറാർക്കി ഉണ്ടാവും. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു ലീഡറൊക്കെ പോലെ ഉണ്ടാവും. പുറത്ത് നമ്മള് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞുണ്ടാക്കണമെന്നല്ല, ജസ്റ്റ് ഉണ്ടാവും ഒരു ഗ്രൂപ്പിൽ. ഇപ്പൊ എന്റെ സ്കൂൾ ലൈഫിലൊക്കെ ഉണ്ടല്ല, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് ലീഡർ ആയിട്ട് ഒരു മാസം അത് റൗണ്ട് ഇവരൊക്കെ മറ്റേ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അപ്പൊ ഗ്രൂപ്പില് ഒരു ക്ലൗൺ പോലെ ഉണ്ടാവില്ല. മനസ്സിലായി. ഞാനല്ല, അത് അത്ര ദീപക്കാരെന്ന് പറഞ്ഞോ. ദീപക്കല്ലേ ഒരു ക്ലൗൺ പോലെ ഉണ്ടാവില്ല, ചിരിപ്പിക്കാൻ വേണ്ടി നടക്കണം. ജോക്കർ ഞാനില്ല പോഡ്കാസ്റ്റിന് അങ്ങനെ പറയാൻ പറ്റില്ല. നടന്നായിരിക്കും പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടൊക്കെ ഇരിക്കുമ്പോ ഇവനാരും ഒക്കില്ല. ഇവനാരെയും നമ്മള് പോക്കാണെങ്കിൽ ബാക്കി എല്ലാരും നമ്മളെ കോൺട്ര ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനത്തെ ഗ്രൂപ്പിൽ ഉണ്ടായില്ലോ. ഗ്രൂപ്പിൽ ഉണ്ടായില്ല. അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. അത് പക്ഷേ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ഹൈറാർക്കി. ആണുങ്ങളുടെ ഏകദേശം എല്ലാ ഗ്രൂപ്പിലും. രാഷ്ട്രീയത്തിലില്ലേ? രാഷ്ട്രീയ ആണുങ്ങളുടെ മാത്രം ഗ്രൂപ്പ് അല്ലല്ലോ, പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിൽ ഇതില്ലേ? പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടോ എനിക്ക് അറിയാമല്ലോ. നമ്മൾ ആണുങ്ങളുടെ ഗ്രൂപ്പുള്ള ചർച്ചകളുള്ളൂ. ഞാൻ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുവരെ കയറിയില്ല. ഞാൻ കയറിയിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആയിട്ട് കോളേജിലൊക്കെ കയറുമ്പോ മിക്ക ഗ്രൂപ്പും അവിടെ അതിലും ഉണ്ടാവും ഹൈറാർക്കി. ഉണ്ടാവൂല്ലേ? പക്ഷേ ഹൈറാർക്കി ത്രൂ ഔട്ട് എപ്പോഴും ഒരാളൊന്നും ആയിരിക്കില്ല ടോപ്പില്. ക്ലാസ് മാറി മാറി വരുമ്പേ അത് ലൈക്ക് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലില്. കോളേജ് എന്ന് പറഞ്ഞ ഒരു 3 ഇയർ കോഴ്സിലൊക്കെ പഠിക്കുമ്പോ കോളേജിലൊന്നും ഞാൻ അത്ര അങ്ങോട്ട് ഒബ്സർവ് ചെയ്തില്ല. കോളേജ് ഗ്രൂപ്പായിട്ടൊക്കെ പിരിഞ്ഞു വേണ്ടി ഓരോരോ ഗ്രൂപ്പായിട്ടൊക്കെ എന്നാലും ഉണ്ടാവും, ഒരു മെയിൻ ഒരു ഗ്രൂപ്പിൽ എടുക്കുമ്പോ ഇപ്പൊ എന്ത് സംഭവം പുറത്തോട്ടൊക്കെ പോണെങ്കിൽ എല്ലാരും ചോദിക്കണ ഇയാളുണ്ട് മറ്റുള്ളതാണ്. അങ്ങനെ ഒരു ചോദിക്കാറുണ്ട് ഞങ്ങളുടെ പുറത്തോന്നൊക്കെ ചോദിക്കും. അത് വേറെ തന്നെയാണ്. മാത്രല്ല അത് കുറച്ച് ഫണ്ണാണല്ലോ. ഫണ്ണുണ്ട്, അതുകൊണ്ട് ഹ്യൂമർ സെൻസ് കോളേജിൽ പക്ഷെ ഞാനിത് അത്ര ഒബ്സർവ് ചെയ്തു. ഒരു ഹൈറാർക്കി ഒക്കെ പോലെ കോളേജിലുണ്ടോ? ഞാനൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നു കോളേജ്. പക്ഷെ സ്കൂളിൽ ഞാനിത് ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കോളേജിൽ ഞാൻ പഠിപ്പിക്കുമ്പോ ഉണ്ടായില്ല. നീയായിരുന്നല്ല കോളേജിലെ? ഏത് ഞാനാ? ഇവന്റെ കോളേജിൽ വിടാറുന്നു. ബാക്കിയുള്ള ആരൊക്കെയാ? ഞങ്ങള് അതേപോലെ ടൂർ വന്നില്ല, കോളേജിൽ പിന്നെ പോയില്ല. അത് ഗിസ് ഉണ്ട്, ഗിസ് പുള്ളി ചെയ്യും. അതുകൊണ്ട് ടൂർ പോയില്ല, കോളേജിൽ പോയില്ല. അവനും കളിയാക്കാറുണ്ട്. സത്യമല്ലേ? സത്യമൊന്നുമല്ല, അവൻ അങ്ങനെ പറയണതല്ലേ. ഞാൻ വിളിക്കട്ടെ, ആ ചുണ്ണ വെറുതെ പറയണതാണ്. അതാ പറഞ്ഞത്. ഇതിപ്പോ മൊത്തം എന്നോട് കുറ്റപ്പെടുത്തണ ആദ്യം തൊട്ട് എടുക്കുക. ഇത് ശോകണ്ട്. ഇല്ല, ഇത് കുറ്റപ്പെടുത്തല്ല. നീ കിങ്ങാന്ന് പറഞ്ഞ. ഞാൻ കിങ്ങൊന്നല്ല. നല്ല അല്ല, അതെ. ആരും ഈ ഗ്രൂപ്പില് ബുള്ളി ചെയ്യപ്പെടില്ല. ബുള്ളി വിക്ടിമിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്കും ബുള്ളിയും കിട്ടും. മിഡിൽ ഗ്രൗണ്ട് പിടിക്കും. അതായിരുന്നു ഞാൻ അങ്ങനെ ഗ്രൂപ്പിലൊന്നും ഉണ്ടായില്ല. നീ മഴപ്പുള്ളി ക്രിക്കറ്റിലുണ്ടായിരുന്നല്ലോ എന്നോട് പോള് പറഞ്ഞതാ. അതെന്താ വെച്ചാ പണ്ട് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ബോധമില്ലാത്തവരായിരിക്കും ഈ അങ്ങോട്ട് മഴത്തുള്ളി ക്രിക്കറ്റില. അതെ, കൊണ്ടുവച്ച് രണ്ടാമത്തെ ഇടിയാണ്. റബ്ബറൊന്നും എടുത്തോട്ടെ, റബ്ബർ വെച്ചു. അങ്ങനെയായിരുന്നു പറിച്ചു തരും. അങ്ങനെ ഉണ്ടായിരുന്നോ? പക്ഷെ ഒന്നിട്ട് നല്ല അവിടത്തെ കഥകൾ ഞാനൊന്നും കൂടി വന്നിട്ട് ഇതേ പേരൊക്കെ പറയാൻ പാടില്ല. ഒരു 4-5 5ാം ക്ലാസ് വരേക്ക് ബുദ്ധി ഇല്ലാത്തവരായിരിക്കും. സൂപ്പർ കഥകളാ. ഞാൻ നിർത്തി. പണ്ട് പഠിച്ച സ്കൂളിൽ, ഞാൻ പണ്ട് പഠിച്ച സ്കൂളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധി ഇല്ലാത്തവർക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ചെറിയ നമ്മളിപ്പോ ഈ ഇടി അങ്ങനത്തെ സംഭവം ഉണ്ടാവും. പിന്നെ നമ്മുടെ കൂടെ ദീപക്കൊക്കെ ഉണ്ടായില്ല.
അല്ല മെയിൻ ഇടിയൊക്കെ ഉണ്ടാവുമ്പോ ഈ തോട്ടി കണിപ്പൊക്കെ ഉണ്ടായി വരുമ്പോ നമ്മുടെ എന്താ പറയാ മറ്റേ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആണല്ലോ, ഒന്നെങ്കിൽ പേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് വരുമ്പോ അത്യാവശ്യം ബുദ്ധിയില്ലാത്തവർക്ക് കയറി ചെന്ന് ഇടിക്കും. തലക്കൊക്കെ കിട്ടുന്ന ആൾക്ക് പേടി തന്നെ. ഞാനൊക്കെ എപ്പോഴും മാറിപ്പോ എന്തെങ്കിലും കൂട്ടലേക്കുണ്ടായി ഞാൻ അവിടെ തന്നെ അപ്പൊ തന്നെ സ്കൂളിൽ നമ്മളെത്ര ഉള്ളൂ നല്ല തലക്കൊക്കെ ഇടി കഴിഞ്ഞാൽ പക്ഷെ ബുദ്ധിയില്ലാത്തവർ അങ്ങനെ കയറി ചെന്ന് ഇടിക്കും. ഫസ്റ്റ് കുറച്ച് നാളൊക്കെ എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 7-8 എത്തുമ്പോ ജസ്റ്റ് കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ഒരു മിഡിൽ ബെഞ്ചേഴ്സ് ആയിരിക്കും ഇതായിട്ടുണ്ടാവും. പഠിക്കായിട്ടുള്ളതൊന്നും ഈ ഗ്രൂപ്പിന്റെ ഹെഡായിട്ടൊന്നും വരില്ല. കാരണം നമ്മൾ തെരഞ്ഞെടുക്കണമെന്നല്ല, ഞാൻ ഉണ്ടാവണം. എന്ത് സെലിബ്രേഷൻ ആയാലും എന്തായാലും ഇവന്റെ ഒരു ഗ്യാങ് ഉണ്ടാവും. പെണ്ണുങ്ങളും അതായിരിക്കും ഒബ്സർവ് ചെയ്യണ്ടാവുക. ഇവനും ഇവന്റെ ഗ്യാങ് എന്ന് പറയാം, അവന്റെ പേര് പറഞ്ഞിട്ട് ഇവനും ഇവന്റെ ഗ്യാങ് ആയിരിക്കും പറയാം. അത് ശരിയാണ്ടാ അതുണ്ടാവും. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു അതിപ്പോ സിനിമകളിലാണെങ്കിലും ഇത് കാണിക്കണ്ടല്ലോ. മലയാളത്തിന്റെ മോഹൻലാല് സൊസൈറ്റിയിലുള്ള സംഭവമാണ് ഇത്. സ്കൂളിൽ അത് ഭയങ്കര ഇൻസ്റ്റിങ്റ്റീവ് ആയിരിക്കണം. പക്ഷെ ഫീമെയിൽസ് അങ്ങനെ ഒരു നേതാവുണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. സ്വയം പ്രഖ്യാപിതർ കുറച്ചുപേരുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഫീമെയിൽസിന് അങ്ങനെ ഇല്ല. നമ്മളങ്ങനെ ഒരു കോമ്പറ്റീഷൻ സത്യം കാരണം നമ്മൾ നോക്കും. നമ്മള് ഞാനൊക്കെ കോമ്പറ്റീഷനിൽ പറയാൻ പങ്കെടുത്തുള്ള കാരണം എന്താണ്, പഞ്ചുടിക്കാതെ കളിക്കാം. അതെ, കോമ്പറ്റീറ്റീവ് ഭയങ്കരതൊന്നല്ല. നമ്മളടുത്ത് പഞ്ചുടിക്കാനൊക്കെ വിളിക്കുമ്പോ ഇവിടെ ഇഞ്ചുറിയാണ് ഇഞ്ചുറിയാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ. അതൊക്കെ എത്ര ഉള്ളൂ. അതേപോലെ തന്നെ ബുള്ളിയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഇങ്ങനെ ബുള്ളിയാണ് ൂക്കണവരൊക്കെ എന്തോ മാസല്ല സൈക്കോളജിക്കലി ഇൻസെക്യൂർ ആണെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരുണ്ട്. അത് ഈ വെസ്റ്റേൺ കൾച്ചറിലാണ് കുറച്ചുകൂടി ഇവരിങ്ങനെ പറയട്ടെ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് ഉള്ളിൽ കുറെ ട്രോമാസ് ഉണ്ട്. അതാ മറ്റുള്ളവരെ. പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇതുവരെ എന്റെ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടേക്കണം അത്യാവശ്യം പുള്ളികളൊക്കെ വലിയ സൈക്കോളജിക്കൽ ട്രോമ ഇല്ല. ഇവന്മാരാണ് ബാക്കിയുള്ളവർക്ക് ട്രോമ കൊടുക്കണേ, ട്രോമ ഇല്ല. ഈ പുള്ളി നേരിട്ടവരാണ് പിന്നെ ഡിപ്രഷനിലേക്കും ഉൾവലിഞ്ഞു പോകുന്നത്. ഉൾവലിഞ്ഞു പോകും. സോഷ്യലൈസ് ചെയ്യാൻ പറ്റാ. ചിലവര് കരുത്തോടെ മുന്നേറും, ചിലവര് പുള്ളി കിട്ടിയവര് അങ്ങനത്തെ സിനിമകൾ പറയുന്നുണ്ട്. പണ്ട് പുള്ളി ചെയ്തു ഇപ്പൊ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ കാണിക്കണമാരൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടാവാ. റീച്ചിട്ടാൻ വേണ്ടി ഞാൻ നല്ല തടി ചെറുപൊരു തടിയന്മാര് എഴുതുണ്ടാവും. പോയിട്ട് മക്കിട്ട് കയറും. പറയാൻ പറ്റില്ല. അതെ, ഈ രാഷ്ട്രീയക്കാര് പ്രസംഗിക്കില്ലേ, പണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, അങ്ങനെയായിരുന്നു. വീട്ടില് പക്കറിച്ചായിരിക്കും, ആ പൈസ ഇറക്കിയിട്ടായിരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാവാ. അതെ, എല്ലാ കൂട്ടത്തിലും ഉണ്ട്, പൊളിറ്റിക്സിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഹൈറാർക്കി. അതെ, ഇത് മറ്റേ ഹൈറാർക്കി മറ്റേ ഊക്കാൻ അറിയണത്. അപ്പൊ തന്നെ കറക്റ്റ് ഈ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ ഊക്കാൻ അറിഞ്ഞോണ്ട് മാത്രം ടോപ്പ് ആവില്ല. ഹ്യൂമൻ സെൻസ് വേണം. കാരണം ഹ്യൂമൻ സെൻസ് കൊണ്ടല്ല, ഊക്കണവൻ നമ്മൾ ഇടിക്കാണ്ട് പോകണമല്ലോ. അത് ശരിയാണ്. അത് മെയിനായിട്ട് നമ്മൾ ചിലവരെ ഊക്കും. നമ്മളൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളവന്മാര് ഊക്കോളൂ. ഇച്ചിരി മാസാടിക്കുള്ളവന്മാര് നമ്മൾ ഊക്കില്ല. ഈ ഹൈറാർക്കി അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ടോപ്പിലിരിക്കണവരെ ഊക്കാത്തത് മെയിൻ പ്രശ്നം. അവൻ ചിലപ്പോ കുറച്ചേരൊക്കെ സഹിച്ചിരിക്കും. പിന്നെ ഇടിച്ചു തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ചിലപ്പോ ചെറുതായിട്ടൊക്കെ പയ്യൊക്കെ ഇവന് ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മറ്റേ പി സി ജോർജ് മറ്റേ ഇന്റർവ്യൂ പറയല്ലേ, ഇത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വന്നേന്ന് വെക്കുമ്പോ അവന്റെ അമ്മയുടെ മാനസികാരോഗ്യത്തിന് വന്ന് എന്റെ വീട്ടിലൊന്ന് കരഞ്ഞാന്നൊക്കെ പറയല്ലേ. അമ്മയുടെ മാനസികാരോഗ്യത്തിലാണ് അറിയുന്നത്. എന്റെ വീട്ടിലൊന്ന് കരഞ്ഞാന്നൊക്കെ പറഞ്ഞു. എന്തൊരു ഈ അടുത്ത് എന്താണ്ട് ചോദിച്ചിട്ടുണ്ട്, ഭാഷാ ശൈലി നിങ്ങൾ മാറ്റാൻ നോക്കുന്നുണ്ടോ? നീ ഏതാ, നീ ഏത് ജാതിയതാ, നിന്റെ തന്തേനെ നീ മാറ്റാൻ നോക്കുന്നുണ്ടോ? ഇങ്ങനത്തെ മൈൻഡുള്ള ഒരു പൊളിറ്റിക്സിൽ കുറെ പേരുണ്ട്. അങ്ങനെയുള്ളവരെ വന്നേക്കണേ. പറഞ്ഞിട്ടില്ല മറ്റേ ന്യൂസിന്റെ മറ്റേ പൊതുസമ്മേളനത്തിന് ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിച്ചതിന്ന് വീട്ടിൽ പോയി ചോദിച്ചതിന്ന്. അതാണ് അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഈ പുള്ളിയാണവരും ടോപ്പായിട്ട് ഡൊണാൾഡ് ട്രംപ് ആ പ്രസിഡന്റ്, ഈ അമേരിക്കയിലൊക്കെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഉണ്ടാവും. റിപ്പബ്ലിക്കൻസിന്റെ ഉള്ളിൽ തന്നെ 4 പേരൊക്കെ ഉണ്ടാവും. 80% ആണ്.
ഇത് മേലേക്ക് ഞാൻ ഡൊണാൾഡ് ട്രംപ് തമ്മിൽ ഒരു ഡിബേറ്റ് ഒക്കെ ഉണ്ടാവില്ല. ശരിയാണ്. ഇപ്പൊ ഒരു വീഡിയോ കിടക്കുന്നതല്ലടാ രമേശ് ചെന്നിത്തല വീഡിയോ ഇവരെല്ലാവരും ജസ്റ്റ് നമ്മള് ജസ്റ്റ് ഫാക്ട് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ഇത് ചെയ്തു പറയാനൊക്കെ ജസ്റ്റ് കളിയാക്കണം. അപ്പോഴാണ് ആളുകൾ കൈയടിക്കുള്ളൂ. നമ്മളെ പോലെ ഫോളോവേഴ്സ് നമ്മൾ നല്ല റിപ്ലൈ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളത് മനസ്സിലാവുള്ളൂ. കൗണ്ടർ അതിന് ഹ്യൂമർ സെൻസും വേണം, പറയാനുള്ള അറിവ് വേണം. പൊട്ടത്തേക്കൊന്നും വിളിച്ചറിയാൻ പാടില്ല. പറയണം എന്തൊക്കെ അത്യാവശ്യം കൗണ്ടർ ചെയ്യാൻ അറിയണം മറുപടികളൊക്കെ. അങ്ങനെ വരുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഇങ്ങനെയാണ് സൈക്കോളജിക്കലി പുള്ളിയാണവരൊക്കെ ഭയങ്കര ഇൻസെക്യൂർ ആണെന്നൊക്കെ അല്ല. പൊളിറ്റിക്സിലും എല്ലായിടത്തും ഉണ്ട്. പുള്ളി കയറിയത് തന്നെയുണ്ട്. ഫിലിമിലും ആരെ പുള്ളി അങ്ങനെയല്ല ഹൈറാർക്കി ഒരു ഹൈറാർക്കിൽ പോയി. അപ്പൊ മറ്റേ മുന്നേ കേസൊക്കെ വന്നില്ലേ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു. അത് ബിഗ് ബോസിലല്ലേ? എടാ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. മെയിനായിട്ട് അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അസോസിയേഷന്റെ ഹെഡായിട്ട് വലിയൊരു ബാക്കിയെ നിയന്ത്രിക്കാൻ നോക്കുന്നു. അവർക്ക് അവർക്ക് നാരേറ്റീവ് മാത്രം പുഷ് ചെയ്യുള്ളൂ. അവര് ഫീൽഡിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ ഗ്രൂപ്പുകളിൽ മെയിനായിരിക്കും കോണ്ടാക്ട് വെച്ച് അവന്മാര് ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്യും. അവർക്ക് ഈ ഫീൽഡിൽ നിന്നുള്ള കഴിവുണ്ടാവില്ല, സ്റ്റാർ വാല്യൂ ഉണ്ടാവില്ല, അവർക്ക് ആക്ടിംഗ് ലെവൽ ഉണ്ടാവില്ല. എന്നാലും മറ്റേ ഈ ഗ്രൂപ്പുകളിലും അങ്ങനെ സംഭവങ്ങളിലൊക്കെ അവരായിരിക്കും മെയിൻ ആയിട്ട് എടുക്കുന്നത്. ശരി, ഒരു അൺസ്പോക്കൺ മെയിൽ ഹൈറാർക്കി ഉണ്ട്. തുടങ്ങണാണ് ഈ സംഭവം. നമ്മൾക്കിപ്പോ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഗേൾസും ഇത് നോക്കും ഈ ഹൈറാർക്കിന്റെ സംഭവമൊക്കെ. അത് ഞാൻ ഒരു മീം കണ്ടിട്ടാണ് ഈ ടോപ്പിക് തലയിലേക്ക് വന്നത്. മീമില് എന്താന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് POV കാണിക്കാണ് പെണ്ണിന്റെ. പെണ്ണ് അവളുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഹൈറാർക്കിൽ ഏറ്റവും ലോയിലാണെന്ന് തിരിച്ചറിഞ്ഞു. ജസ്റ്റ് ഒരു ഔക്കാർഡായിട്ട് തോന്നാണ്. ബോയ്ഫ്രണ്ട് ഇനി വേണോ വേണ്ടത് ഡിച്ച് ചെയ്യാനുള്ള ഇതിലേക്കുമാണ്. അതൊരു മീം കണ്ടാണ്. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷൻ ഇഷ്ടം പോലെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണില്ല. അതൊക്കെ ഫോറിൻ മീൻസ് അല്ലേ? അത് ഫോറിൻകാരെ എക്സ്പ്രസ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അത് ഇമോഷൻസ് എല്ലായിടത്തും ഒരുപോലെ അല്ലേ? ഇത് തോന്നാനുള്ള പിന്നെ ഒരു ചെറിയൊരു ചാമൊക്കെ ഉണ്ടോ ഇങ്ങനെ ടോപ്പിലേക്ക് എത്തണം. ഇതിലേക്ക് വരുമ്പോ ജസ്റ്റ് ടോപ്പിൽ ഒരു ചാമൊക്കെ വേണം. അത് സിനിമയിലുണ്ട്. പക്ഷെ അത്രേ ഉള്ളൂ. ദിലീപ് ഒക്കെ കണ്ടല്ലേ? ദിലീപ് അടിപൊളിയല്ലേ പറഞ്ഞ ദിലീപിന്റെ കാര്യം ഇപ്പൊ എന്തിനോട് പറയണേ? നമ്മുടെ ക്ലാസ്സിലായിരുന്നു ചാം. എനിക്കുണ്ടായിട്ടില്ല. നിങ്ങൾ ക്ലാസ്സിൽ ബാക്കി വേറെ ആരാണത്? വേറെ പോൾബിനാ ചാമുണ്ടായിട്ടവന് കുറച്ച് ചാമുണ്ടായി. നിങ്ങൾ വന്നാ? ഞാനൊക്കെ നീ വന്നില്ലല്ലോ. നീ ഇവനൊരു പഠിപ്പി സ്റ്റാൻഡേർഡ് നിൽക്കാറുണ്ടോ? സ്റ്റാൻഡേർഡ് ഫ്രണ്ട് ബെഞ്ചർ. നീ മഴത്തുള്ളി ക്രിക്കറ്റിലായിരുന്നാ? അതെ അതെ പറഞ്ഞല്ലേ നിങ്ങള് വൈഷ്ണവാണ് ഹെഡ്. അതേ ഗ്രൂപ്പിന്റെ പേരെന്താ? പേരൊന്നുമില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ മഴത്തുള്ളിക്കൊന്ന് പേരുണ്ടായിരുന്നല്ലേ? അങ്ങനെ പേരൊന്നും ഉണ്ടായില്ല. വൈഷ്ണവ്, ഞാന് ദീപക് ഉണ്ടായില്ല. അന്നും ദീപക്കില്ല. ആര്യഷാജി, രാധ, അലക്കം പിള്ളേരാളൊക്കെ അങ്ങനെയുള്ള ഒക്കെ നൈസ് പിള്ളേര്. സൂപ്പർ പിള്ളേര്. അവർക്ക് ഓൾറെഡി ഗ്രൂപ്പിനെ ചാമില്ല. നിങ്ങളുടെ ഗ്രൂപ്പിലെ ചാമില്ലാണ്ടായിരുന്നു. നമ്മുടെ ചാമുണ്ടായിരുന്നില്ലേ? അത് ഗ്രൂപ്പില് ചാമുണ്ടായത്. പക്ഷെ നമ്മുടെ ഹോൾ ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോ മറ്റവരുടെ ഗ്രൂപ്പൊക്കെ ഇവിടെ ബാക്കിയുള്ളവർ പെർസീവ് ചെയ്യണത് മറ്റന്മാരെ ടോപ്പ് എന്നുള്ള രീതിയിലാണ്. അവരെല്ലാവർക്കും അറിയുകയും ചെയ്യും. നോക്കാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ജനറലി ഞങ്ങള് 60 ആയി പോയി അല്ലേ? ഞാന് 10 മാറിയില്ല. 10 വരെ ഓഫീസ് ചെയ്തു. പറയുമ്പോ ടോപ്പിലെത്തുന്ന ഒരു 10 എത്തുമ്പോ നമ്മള് ഏകദേശം വളർച്ച കൊടുക്കും. ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു അത്യാവശ്യം ഗ്രോത്ത് ഹോർമോണൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഒരു മാക്സിമം ഹൈറ്റ് ഒക്കെ എത്തിയിട്ട് ഫിസിക്കലി കുറച്ച് പേര് വന്നാലും എന്റെ കുറെ കൂട്ടുകാരും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹൈറ്റ് വെച്ചവരുണ്ട്. എനിക്കൊക്കെ ഒരു 10 ആയപ്പോഴേക്കും ഈ ഹൈറ്റ് വന്നു, ഈ ഹൈറ്റ് നിന്നു.
10+1+2 ആകുമ്പോഴേക്കും ഹൈറ്റും ഏകദേശം ഗ്രോത്ത് ഒക്കെ ഹൈറ്റ് ഫേഷ്യൽ ലുക്സും ഫേഷ്യൽ ലുക്സും എല്ലാം ഏകദേശം ഇതായി. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഈ ബോഡി ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഭയങ്കര ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ് ആയാലും ഫേഷ്യൽ ഫീച്ചേഴ്സ് ആയാലും ബോഡി ആയാലും എല്ലാ സംഭവം നമ്മുടെ അത്യാവശ്യം ഫാക്ടറിയാണ് ഇവിടെ ഹൈറാർക്കിന്റെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോ അത്രേ ഉള്ളൂ. നല്ല ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ജിസ്മല്ലേ. പ്ലസ് 10 ജിമ്മിൽ പോവാണ്ട് ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോയി അത്യാവശ്യം ബ്രോഡ് ഷോൾഡേഴ്സ് ഒക്കെയാണ് പോവാണ്. അത് കാണുമ്പോ തന്നെ അത്രേ ഉള്ളൂ. എല്ലാ ഇടി ഉണ്ടാവാണെങ്കിലും ഇതിനാണ് അമ്മ മാറിക്കും. അത് വേറെ കാര്യം. നല്ലല്ലേ മാറിക്കുന്നത്. അതത്രേ ഉള്ളൂ, മാറിക്കുന്നതാണ് നല്ലത്. ഞാനാവാമാണ് കുറച്ചാളായിട്ടെ ബോഡി വരും. ലൈക്ക് ഒരു ഫേസിൽ ബോഡി ഉണ്ടാക്കാൻ എളുപ്പം. പക്ഷെ നമ്മൾ ഈ മറ്റേ പഠിച്ചൊക്കെ വർക്കിലേക്ക് മാറി കഴിയുമ്പോൾ ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല. പഠിക്കുന്ന സമയത്ത് ബോഡി ഉണ്ടാക്കണതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ബോഡി ഉണ്ടാക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര. ഇപ്പൊ ഈ പ്രോട്ടീൻ അടക്കം എല്ലാ സംഭവങ്ങളും ഒരു ദിവസം എത്ര ചെലവുണ്ടെന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞ് ബോഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലോ ഒരു 2 ആഴ്ച എന്തെങ്കിലും പനി പിടിച്ച് കിടന്നാൽ തന്നെ ആ ബോഡി മൊത്തം 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരും. അല്ല പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ വർക്കായിട്ട് പോകാൻ പറ്റില്ല നോക്കി 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരും. അപ്പൊ ജിമ്മ് 1 വർഷത്തേക്ക് കണ്ടിന്യൂ പോകാൻ 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരും. ഉണ്ടാവും ഒരു 3 ആഴ്ച. നിനക്ക് എത്ര ആഴ്ച കൊണ്ട് തിരിച്ചു വരാനായിട്ട് ഇണ്ടാ? അങ്ങനെ എളുപ്പമൊന്നല്ല ബോഡി കുറച്ച് പാടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ മണി വെച്ച് നോക്കുമ്പോ നമുക്ക് നമ്മളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് പ്രശ്നമാണ്. നമ്മള് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജിമ്മിലും പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ ജിമ്മിനേക്കാളും കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഫിറ്റ്നസ് നിലനിർത്താന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം അവിടെ മാർഷൽ ആർട്സ് ഞാൻ ലാസ്റ്റ് കുറച്ച് കാലം മാർഷൽ ആർട്സ് ചെയ്തായിരുന്നു. അതിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ബോഡി ബിൽഡിംഗ് അല്ല, കൂടുതലും വർക്കൗട്ട്സ് ആണ്. വർക്കൗട്ട്സും പിന്നെ നമ്മള് ഇത് ടെക്നിക്കായിട്ടുള്ള സ്കില്ല് പഠിക്കുകയാണ്. അതാവുമ്പോൾ മെയിൻ ആയിട്ട് ലുക്സിന് വേണ്ടിയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫിറ്റും ആയിരിക്കും, നമുക്ക് സ്റ്റാമിന ഉണ്ടാവും, നമ്മൾ സ്കില്ലും പഠിക്കാണ്. അത് നമ്മൾ അത്ലറ്റിക്സിൽ എന്തായാലും മതി. നമ്മുടെ ബോഡി നമുക്ക് കുറച്ചുകൂടി ചിലവർക്ക് മസിൽ ബിൽഡിംഗ് തന്നെ വേണ്ടി വരും. ലുക്ക് ആവാനായിട്ട്. അത് ശരിയാണ്. സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ലുക്കിന്റെ, ബോഡി ബിൽഡർ ടൈപ്പ് ബോഡി. ഏത് സിനിമ നീ ബോഡി ബിൽഡേഴ്സ് അധികം അഭിനയിച്ചേക്കണേ? ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ബോഡി ബിൽഡേഴ്സ് അല്ല, ആ ടൈപ്പ് ബോഡിയാണ് ഇപ്പൊ എല്ലാവരും. ക്രിസ്ത്യൻ ബെയില്, കേരളത്തിലെ ടൊവിനോ, പൃഥ്വിരാജ്, ഉണ്ണിമൂന്തൻ, എല്ലാരും ബോഡി ബോഡി ബിൽഡർ ടൈപ്പ് ബോഡിയാണ് ഇപ്പത്തെ കാലഘട്ടത്തില്. അത് ഈ 3 പേരാണ് ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ ടോപ്പ് നിൽക്കണ. നല്ല പടങ്ങളൊക്കെ ഇറങ്ങേണ്ടി. ഇവിടെ നല്ല പടങ്ങൾ ഇറങ്ങണത് ഫഹദ് ഫാസില്. ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ കുറച്ചുകൂടി നല്ല പടങ്ങൾ ഇറങ്ങണേ. പൃഥ്വിരാജിന്റെ ഇത് ഇവിടെ അവസാനമായിട്ട് ഇറങ്ങിയ നല്ല പടങ്ങളുണ്ട്. ആക്ടിങ് വൈസ് ആണ്. ബോളിവുഡിൽ എല്ലാവരും ഫിറ്റ്നസ് ഓറിയന്റഡാ. പടം കാണാൻ വലിയ സുഖമില്ല. അവരുടെ റോൾസ് അങ്ങനത്തെയാണോ സൂപ്പർ പവർ. ഈ ദുരന്തറിലെ എല്ലാവരും ഇവനൊക്കെയോ നമ്മുടെ ദങ്കലിലെ അമീർ ഖാന്റെ, സൽമാൻ ഖാൻ. ദങ്കലിലെ ബോഡി സൂപ്പർ. അമീർ ഖാന്റെ നമ്മുടെ ഇവിടെ കൂടുതലും കണ്ടന്റ് ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഫിറ്റ്നസ് ഉള്ള ബോഡി നടന്മാർ ആരോ ഉള്ളത്? ദിലീപോ അങ്ങനെ എല്ലാവർക്കും എല്ലാം ചെയ്യും. പക്ഷെ ബോഡി ടൈപ്പ് ബോഡിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്ര ഇപ്പോഴത്തെ എസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സിന് പോലെയല്ല. പക്ഷെ മോഹൻലാൽ ഭയങ്കര എക്സെപ്ഷണൽ ആണ്. ഫ്ലെക്സിബിൾ ആണ്. കരിയർ തന്നെ ഭയങ്കര എക്സെപ്ഷണൽ ആണ്. കരിയർ തന്നെ പോലെ അത് പുള്ളിക്ക് കിട്ടിയ റോളും പുള്ളി ചെയ്ത് ഫാമിലി മാന്റെ റോളിലാണ് കൂടുതലും. ഇത് ഫ്യൂഡൽ ലോഡൊക്കെ ആയിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്ത് അതിന് പറ്റിയ ഒരു ടൈപ്പാണ്. നമ്മുടെ നാട്ടിൽ കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഈ ബോഡി ബിൽഡിംഗ്. മറ്റേ അഖിലന്റെ റീല് കണ്ടതില്ലേ? സത്യം എല്ലാരും എനിക്കറിയണ കുറച്ച് പേരൊക്കെ ഉണ്ട് ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റാളുള്ളവര്. കാരണം പരിചയക്കാര് ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല,
കമന്റ് ഇടുന്നതാണ്. എനിക്ക് ഇതിനായിട്ട് ഒന്നും ഒഫൻഡഡ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്കും തോന്നിയില്ല, നമ്മള് ജിമ്മിൽ പോകാത്തോണ്ടായിരിക്കും കേട്ടോ. പിന്നെ എടാ പുള്ളിയുടെ അല്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? കാരണം പുള്ളിക്കാരൻ ഉദ്ദേശം എന്താ, പുള്ളിക്കാരൻ ഷുഗർ കട്ട് എടുക്കാൻ പറ്റാറില്ല, പുള്ളി 2 മണിക്കൂറിന്റെ കട്ട് ചെയ്താണ്. പുള്ളിക്ക് പറ്റുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇത് എന്തോ ഒഫൻഡഡ് ആവണമാര്. അത് എല്ലാ മുൻനിര കോണ്ടന്റ് ക്രിയേറ്റേഴ്സും വന്നിട്ട് കമന്റ് ആണ്. എന്ത് ആൾക്കാർ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണു, അതിന് മിഠായി കാര്യമാണ് അറിയില്ലൊക്കെ. എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. ഇവരിങ്ങനെ ചെയ്യുമ്പോ വിചാരിക്കണത് ഇവരുടെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, നമ്മളും ഇത് കണ്ടിട്ട് ഒഫൻഡഡ് ആവുമെന്ന് വിചാരിക്കണം. ചിലര് അടിമാളൊക്കെ ഇത് വിചാരിക്കണം നമ്മൾ ഇത് കണ്ടിട്ട് ഒഫൻഡഡ് ആവണം, നമ്മൾ ഇത്ര സെൻസിറ്റീവ് ആവണം, ഇത്ര സെൻസിറ്റീവ് ആവണ്ട, കുറച്ച് തുമ്മ തെറിക്കണം നമുക്കൊന്നുമില്ല. അത്യാവശ്യം മസിലൊക്കെ പേപ്പിച്ചിട്ടുണ്ടാക്കി. എനിക്ക് തോന്നുന്നു മസിൽ കൂടുതൽ വലുതായി വലുതായി വരുന്നതോറും ചെറുതായി വരാണ്. മറ്റേ സിനിമ ക്ലാസ് ഉണ്ട്. അതൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ട്. അതെ സിനിമത്തെ പറയണത്. ശരി, എന്റെ എക്സ്പീരിയൻസ് കണ്ടത് ജിം ട്രെയിനേഴ്സ് കാരണം പ്രശ്നക്കാരാ. ഇത് ഫസ്റ്റ് ജിമ്മിൽ ചേരുമ്പോഴുള്ള ഒരു ഇതുണ്ടാ, എപ്പോ നോക്കിയാലും ഡയറ്റ് കാലറി ട്രാക്ക് ചെയ്തോണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും ഇത് തന്നെ ഉള്ളൂ. ഫുഡ് കഴിക്കണേക്കാൾ മുന്നേ സംഭവങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഒരാൾ പോവാണ്, ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ജിമ്മ് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രെയിനിങ് വേണോ. അതായത് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെ സ്പോർട്സോ അല്ലെങ്കിൽ പക്ഷേ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാം, നിങ്ങൾക്ക് സ്പോർട്സും ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ലേ. അപ്പൊ കുറച്ചുകൂടി ഭയങ്കര വീർപ്പിച്ചുള്ള ഒരു ബോഡി ജിമ്മിൽ പോയി എന്ന് പറഞ്ഞാൽ വലിയ ബൾക്കാവാനൊക്കെ പോണല്ല. വെയിറ്റ് ട്രെയിനിങ് നല്ലതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റ് ട്രെയിനിങ് മാത്രമാക്കി ഒരു എസ്തെറ്റിക്സ് ലെവലിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ട്രെങ്ത് പോലെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് ഉണ്ടാവില്ല. ദിവസം ജിമ്മിൽ പോവാം, 1 ദിവസം ഫുട്ബോൾ കളിക്കാൻ പോവാം. ഞാനങ്ങനെ നീ 3 ദിവസം വരാറില്ലല്ലോ. 3 ദിവസം വരാറില്ല, ഈ ആഴ്ച 3 ദിവസം ഉണ്ട്. അല്ല കഴിഞ്ഞ ആഴ്ച 2 ദിവസമായിട്ട് പോയിന്നാണ് കളിക്കാൻ. ഞാൻ വിളിച്ചിട്ട് വന്നില്ല, ഇന്നാ നീ വന്നോളൂ. ഈ ആഴ്ച 3 ദിവസം വന്ന് ഞാൻ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കുറെ ബോഡി ബിൽഡേഴ്സ് പണ്ട് ഒരു സ്പോർട്സിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കും. കാരണം മെയിൻ ഫിറ്റ്നസ് ആർക്കുണ്ടാ പണ്ട് ചൈൽഡ്ഹുഡിലെ ഏതൊരു സ്പോർട്സിൽ ക്രിക്കറ്റാ ഫുട്ബോളാ അതിലങ്ങ് സെറ്റ് ആവില്ല. അതില് സെറ്റ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കോമ്പറ്റീഷൻ ആണ്. പിന്നെ അവിടെ എത്ര ടോപ്പ് ഒന്നും ആയിരിക്കില്ല, വെറുതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ ഫുട്ബോൾ കളിക്കാന്ന് മാറിയത് ജിമ്മിൽ ചേർന്നതല്ലേ പറഞ്ഞേ. ഫുട്ബോൾ ബെഞ്ചിലാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. അത് എന്റെ അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ചോദിക്കുമ്പോ ബാഡ്മിന്റൺ കളിക്കരുത് എന്നൊക്കെ പറയും. വലിയ കളിക്കുന്നുണ്ടായാലും ഉള്ള ടൂർണമെന്റ് ഒക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ട് പറയുമ്പോ ഇങ്ങനെ പറയും സ്പോർട്സ് കളിക്കാൻ പോകാ. ഫുട്ബോൾ കളിക്കാൻ പോലെ നമ്മള് ഫുട്ബോൾ കളിക്കാൻ ഇപ്പഴും കളിക്കാൻ പോകാറുണ്ട് സമയം കിട്ടുന്നത്. അതെ, നമ്മളേത് 5:30 കളി എടുക്കുമ്പോ 6:30 തീരും. 6:15 ഏതെങ്കിലും കണ്ടപ്പാര് മാറുമ്പോ സബ്ബാട്ടൊക്കെ കളിച്ചോണ്ടേ. ഞാനും കൊണ്ട് പോയിട്ട് ഫുട്ബോളിൽ എന്നെ മറ്റേ കോച്ചിങ് കോച്ചിങ്ങിന് പോകുമ്പേ കുറെ നല്ല പ്ലേസിലേക്ക് മെയിൻ ഗ്രൗണ്ടിൽ കളിപ്പിക്കും. കുറച്ച് പേര് ബിഗിനേഴ്സിന് അങ്ങനെയൊക്കെ ഉള്ള ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റി അവിടെ ഒരു കട്ട് പോസ്റ്റ് നിങ്ങൾ അവിടെ കളിച്ചോളാം. നീ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ ക്യാമ്പിന് പോയിട്ട് എനിക്ക് അടിക്കാൻ വേണ്ടി എല്ലാവർക്കും പന്തിട്ട് നടന്നിരിക്കുക. ഇങ്ങനെ 1 ടച്ച് അടിച്ചിട്ട് ഗോൾ അടിക്കണം. അപ്പൊ കോച്ച് എല്ലാരെയും ഇങ്ങനെ അടിച്ചു കൊടുത്തു. അപ്പൊ എന്റെ ഉഴം വന്നപ്പോ കോച്ച് പറയാനേ പിന്നെ ആരെങ്കിലും ഇട്ടിടങ്ങേ. അത് കഴിഞ്ഞിട്ട് കുറച്ചാള് ഞാൻ അവിടെ കളിച്ചു. പിന്നെ ഒരു ദിവസം വെറുതെ അവിടെ കളിക്കാണ്. അപ്പൊ അന്ന് ആൾക്കാർ കൂടുതലുണ്ടായി. 7 പേര് വെച്ച് കളിപ്പിച്ചോണ്ടിരിക്കുക. ഞങ്ങള് 3 പേര് സബിലാണ്. ഞാൻ സബിലാണല്ലോ. പിന്നെ എന്റെ സൈഡിലിരിക്കണ തന്നെ ഇറക്കി. നീ ഇറങ്ങടാന്ന് പറഞ്ഞു. അത് ആരാന്ന് ഞാൻ മറന്നുപോയി. അവിടെ ഉള്ള എനിക്ക് വരാൻ പാടില്ലാട്ടായിട്ട് വേറെ ഒരു തന്നെ കൂടി ഇറക്കി നോക്കിയിട്ട്. പിന്നെ കോച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിച്ചു. അതും പോട്ടെ എന്നൊക്കെയാവും. കുറച്ചാൾ കഴിഞ്ഞപ്പോ ഇവര് ടർഫ് കളിക്കാൻ കൊണ്ടുപോയി വേറെ ഏതോ ടീമിന്റെ കൂടെ.
അന്ന് ആൾക്കാരായിട്ടില്ല, അതുകൊണ്ട് എന്നെ കൊണ്ടുപോയണ്ടായി. ഞാൻ ഫോർവേഡ് കളിച്ചേ. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ കളി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരുത്തൻ ആ അറ്റത്തേക്ക് കൂടെ ഓടിപ്പോയി ഒരു ക്രോസ് ഇട്ട് തന്നു, ഞാൻ അടിച്ച് ഗോൾ കയറ്റി. അപ്പൊ കോച്ച് ഭയങ്കര സന്തോഷമാണ്. കോച്ചിന് ഭയങ്കര ആദ്യം ഗോള് തന്നെയാണ്, നമ്മുടെ പിള്ളേരെ ആദ്യമായിട്ട് പുറത്ത് കളിക്കാൻ കൊണ്ടുവന്നാണ്. അങ്ങനെ നടാ നീ അവിടെ ക്രോസ് ഇട്ടാൽ മതി, ആരെങ്കിലും കാലുമ്പൊക്കെ ഉണ്ടെങ്കിൽ കയറിക്കോളൂ. അപ്രീഷിയേറ്റ് മാത്രല്ല തരം താഴ്ത്തി കൂടി പറഞ്ഞത്, ആരുടെ കാലുമ്പോ കൊണ്ട് കയറിക്കോളൂ, ആരെങ്കിലും കാലുമ്പോ കൊണ്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു.